ഏവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ടതും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണെന്ന് തോന്നുന്ന ഒരു വിഷയമാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. യാത്രകൾ ചെയ്യുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടം തോന്നുന്ന സ്ഥലങ്ങളാണ് ചരിത്രപരമായ പ്രദേശങ്ങൾ സന്ദർശിക്കുക എന്നുള്ളത്. ഇന്ത്യയുടെ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് ദില്ലി. ദില്ലിയിൽ പോയിട്ടുള്ളവർക്കറിയാം, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പ്ലേസുകൾ ഒരുപാടുള്ള സ്ഥലമാണ് ഡൽഹി എന്നുള്ളത്. ഡൽഹിയിൽ നിന്നും ഏകദേശം 221 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ആഗ്ര വളരെ പേരുകേട്ട ഒരു പ്രദേശമാണ്. ആഗ്ര തലയുയർത്തി നിൽക്കാനുള്ള ഒരു കാരണം ലോകാത്ഭുതങ്ങൾ ഒന്നായ താജ്മഹലിന്റെ വിശ്വ സൗന്ദര്യം തന്നെയാണ്. വെണ്ണക്കൽ കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയ നിർമ്മിതം ഇന്നും ഒരു അഭംഗിയും കൂടാതെ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ അത്ഭുതം തന്നെയാണ്. താജ്മഹൽ സന്ദർശിച്ചവർക്കറിയാം, ഒരു വട്ടം കണ്ടാലും വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന ഒരു സ്മാരകമാണത്. അത്യാധുനിക സൗകര്യങ്ങളുള്ള ഈ ഒരു കാലത്ത് ഇതുപോലുള്ള നിർമ്മിതികൾ ഉണ്ടാക്കാൻ പ്രയാസം ഉണ്ടാകില്ല, അല്ലെ? എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇങ്ങനെ ഒരു നിർമ്മിതി, അതും ഒരു തരത്തിലുള്ള മെഷീൻ വർക്കുകളും ഉപയോഗിക്കാതെ ഉണ്ടാക്കിയ ഒരു നിർമ്മിതി, അതിന് പിന്നിലുള്ള തല എത്ര ജീനിയസ് ആകും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഷാജഹാൻ മുംതാസ് അനശ്വര പ്രണയത്തിന്റെ നൂറ്റാണ്ടുകളായി നിലകൊള്ളുന്ന കാലാതീതമായ അടയാളമാണ് താജ്മഹൽ എന്ന് കവികളും അതുപോലെ എഴുത്തുകാരും വാചാലരാകുമ്പോൾ ആരും അറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്മാരകമാണ് ഈ താജ്മഹൽ. താജ്മഹലിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന കെട്ടുകഥകൾ വെറും കെട്ടുകഥകളല്ല. ഷാജഹാൻ ചക്രവർത്തിയുടെ അതിക്രൂര മുഖങ്ങൾ ഈ സ്മാരകത്തിന് പിന്നിൽ നിലകൊള്ളുന്നുണ്ട്. ഇത് വെറുമൊരു പ്രണയ സാഫല്യം നിലനിർത്താൻ വേണ്ടി പണിത സ്മാരകമല്ല. ഇടനായി നിലകൊള്ളുന്ന ഒരുപാട് സത്യങ്ങൾ ഇതിനു പിന്നിലുണ്ട്. അതറിയണമെങ്കിൽ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഉടൻ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഈ ചാനലിൽ വരുന്ന പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതാകും. കൂടാതെ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഇതുവരെ കേട്ടതും കണ്ടതുമല്ല സത്യം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക. ടോക്ക് സ്പേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് നിഗൂഢത നിറഞ്ഞ ഒരു സ്മാരകമാണ് താജ്മഹൽ. നമ്മൾ ഏവരും വളരെ അത്ഭുതത്തോടെയും ആകാംക്ഷയോടെയും കാണുന്ന താജ്മഹൽ എന്ന നിർമ്മിതി, അല്ലെ? താജ്മഹലിൽ പോയവർക്കറിയാം, താജ്മഹലിന്റെ പുറമേ നിന്നും ആ സ്മാരകത്തിന്റെ ഭംഗി ആസ്വദിച്ച് അകത്ത് കയറാൻ ക്യൂ നിൽക്കുമ്പോൾ കൗണ്ടറിൽ നിന്നും ഒരാൾക്ക് അകത്ത് പ്രവേശിക്കാൻ ഈടാക്കുന്ന പണം സാധാരണ ജനങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഭീമമാണ്. അതിനർത്ഥം അധികമാരും അതിനകത്തേക്ക് പ്രവേശിക്കേണ്ട എന്ന് തന്നെയാണ്. എന്നാലും പണം കൊടുത്ത് അകത്ത് പ്രവേശിക്കുന്നവർക്ക് സംതൃപ്തി അടയാൻ തക്കവണ്ണം അതിലൊന്നും കാണാൻ സാധിക്കില്ല. പുറമേയുള്ള ആ വെണ്ണക്കൽ സൗന്ദര്യം അകത്ത് നമ്മൾ പ്രതീക്ഷിച്ച പോലെയില്ല. ഒരു പക്ഷേ അത് എന്റെ ഒപ്പീനിയൻ ആകാം, മറ്റുള്ളവർക്ക് അങ്ങനെയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒന്നുറപ്പാണ്, മങ്ങിയൊരു അനുഭൂതിയാണ് അതിൽ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് രഹസ്യ അറകൾ അതിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു? ഇതെല്ലാം നിങ്ങൾ ഒരുപക്ഷെ ഇതിനു മുൻപും കേട്ട് കാണും. എന്നാൽ താജ്മഹലിന്റെ ബേസ്മെന്റിൽ 22 മുറികളുണ്ട്. ചരിത്രം പരിശോധിച്ചാൽ 1631 മുഗൾ സാമ്രാജ്യകാലത്ത് പണി കഴിഞ്ഞ പ്രണയ സ്മാരകമാണിത്. ഈ ഒരു സ്മാരകം പണിയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ ചക്രവർത്തിയുടെ 4ാമത്തെ ഭാര്യയായ മുംതാസ് മഹൽ പ്രസവത്തിൽ മരണമടഞ്ഞു. ഷാജഹാന്റെ 7 ഭാര്യമാരിൽ 4ാമത്തെ ഭാര്യയും പ്രിയപ്പെട്ട ഭാര്യയുമായിരുന്നു മുംതാസ്. 14 മക്കളെ പ്രസവിച്ചതിൽ 7 മക്കളും ശൈശവത്തിൽ തന്നെ മരണമടയുകയുണ്ടായി. അങ്ങനെ 14ാമത്തെ പ്രസവത്തിൽ അവർ മരണമടയുകയാണ്. ഇത് തന്നെ ഒരു ചക്രവർത്തി ചെയ്ത അപരാധമല്ലേ? ഭാര്യയോട് അത്രമേൽ സ്നേഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഷാജഹാൻ ഒരിക്കലും അവരുടെ ആരോഗ്യത്തിനെതിരായി പ്രവർത്തിക്കില്ലായിരുന്നു. അങ്ങനെ അവർ മരണമടഞ്ഞു കഴിഞ്ഞപ്പോൾ അതീവ ദുഃഖിതനായിരുന്നു ഷാജഹാൻ എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം ഒരുപാട് കഥകളും എഴുത്തുകാരുമാണ് ഇത് അനശ്വര പ്രണയത്തിന്റെ അടയാളമാക്കി മാറ്റിയത്. ഷാജഹാൻ ഭാര്യയുടെ മരണത്തിന് ശേഷം വളരെ ദുഃഖിതനായിരുന്നു. കാരണം അതിനുശേഷമുള്ള ഒരു പരിപാടികളിലോ അല്ലെങ്കിൽ ആഘോഷങ്ങളിലോ ഒന്നും ഷാജഹാൻ പങ്കെടുത്തിരുന്നില്ല. എല്ലാത്തിൽ നിന്നും ഷാജഹാൻ വിട്ടുമാറി നിൽക്കുക തന്നെയായിരുന്നു. മാത്രമല്ല വളരെ വിഷാദത്തിലേക്ക് ഷാജഹാൻ പോയിരുന്നു. ഇതെല്ലാം ശരി തന്നെയാണ്. മുംതാസ് മഹൽ ഗർഭിണിയായിരുന്ന സമയത്തായിരുന്നു ഷാജഹാൻ മധ്യപ്രദേശിലേക്ക് ഒരു സൈനിക നടപടിയുമായിട്ട് പോകുന്നത്. ഷാജഹാന്റെ ഓരോ യാത്രകളിലും
ഷാജഹാനൊപ്പം സഞ്ചരിക്കുന്ന ഒരാളായിരുന്നു മുംതാസ്. ഷാജഹാൻ മധ്യപ്രദേശിൽ പോയ സമയത്ത് മുംതാസ് ഷാജഹാനൊപ്പം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് മുംതാസ് തന്റെ 14ാമത്തെ കുഞ്ഞിന് ജന്മം നൽകുകയും അതിനുശേഷം അവർ മരണപ്പെടുകയും ചെയ്യുകയായിരുന്നു. ഇത് ഷാജഹാനെ വല്ലാതെ തളർന്നു. തന്റെ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്തതിനാലാണോ മുംതാസിന് മരണം സംഭവിച്ചെന്നുള്ള ഒരു തോന്നൽ ഷാജഹാൻ ഉണ്ടായി. ഇതെല്ലാം ഷാജഹാനെ വളരെ വേദനിപ്പിക്കുകയും അദ്ദേഹം വളരെ വിഷാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്തു. ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരുപക്ഷെ എല്ലാവർക്കും ഷാജഹാനോടൊരു അനുകമ്പ തോന്നും. എന്നാൽ ഷാജഹാൻ മുംതാസിനെ മറ്റൊരാളിൽ നിന്നും തട്ടിയെടുത്ത് വിവാഹം കഴിച്ച ഒരു ചക്രവർത്തിയാണ്. ഷാജഹാന് മുൻപ് മുംതാസ് മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു. ഷാജഹാൻ ചക്രവർത്തിക്ക് മുംതാസിനോടുള്ള അടങ്ങാത്ത പ്രണയം കൊണ്ട് മുംതാസിന്റെ ഭർത്താവിനെ വധിക്കുകയും അവരെ സ്വന്തമാക്കുകയുമായിരുന്നു. ഇതെല്ലാം കെട്ടുകഥകളായി ഏവരും കേട്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഇതെല്ലാം സത്യങ്ങൾ തന്നെയായിരുന്നു. ഷാജഹാന്റെ കപടമുഖങ്ങൾ അഴിഞ്ഞു വീഴുന്ന കഥകൾ പിന്നെയും ധാരാളമുണ്ട്. ഷാജഹാന്റെ കാലത്ത് ഇന്ത്യ സഞ്ചരിച്ച ഫ്രഞ്ചുകാരനായ ഫ്രാങ്കോയിസ് ബെർണിയർ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഷാജഹാന്റെ മറ്റൊരു ക്രൂരമുഖമായിരുന്നു അദ്ദേഹം ലോകത്ത് കാണിച്ചത്. മുംതാസിന്റെ മുഖച്ഛായ ഉണ്ടായിരുന്ന മകളായിരുന്നു ഷാജഹാന്റെ മകൾ ജഹനാര. എന്നാൽ സ്വന്തം പിതാവിന്റെ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായ മകൾ കൂടിയായിരുന്നു ജഹനാര. അങ്ങനെ ഷാജഹാനെ കുറിച്ചുള്ള ക്രൂരകഥകൾ ധാരാളമാണ്. ഇതെല്ലാം ഈ വീഡിയോയിൽ എടുത്തു പറയാനുള്ള ഒരു കാരണം, ഷാജഹാൻ മുംതാസ് പ്രണയം ഒരിക്കലും അനശ്വര പ്രണയങ്ങളുടെ അടയാളമല്ലായിരുന്നു. ഇനി താജ്മഹലിന്റെ നിർമ്മിതിക്ക് പിന്നിലുള്ള ഒരു കാരണം, മുംതാസ് മഹൽ മരിക്കുന്നതിന് മുൻപ് ഒരു ആഗ്രഹം അവർ പ്രകടിപ്പിച്ചിരുന്നു. അനശ്വര പ്രണയത്തിന്റെ അടയാളമായി തനിക്ക് വേണ്ടി മനോഹരമായ ഒരു ശവകുടീരം പണിയണം എന്നുള്ളത്. അങ്ങനെ തന്റെ പ്രിയ പത്നിയുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി ലോകത്തിലെ ഏറ്റവും മഹത്തായ ശവകുടീരം നിർമ്മിക്കാനുള്ള തീരുമാനത്തിൽ ഷാജഹാൻ എത്തി. മുംതാസ് മരിച്ച് 6 മാസത്തിന് ശേഷം ആഗ്രയിലെ യമുന നദിയുടെ തീരത്ത് താജ്മഹലിന്റെ നിർമ്മാണം ആരംഭിച്ചു. ഇതിനായിട്ട് ഇന്ത്യയുടെ അകത്തു നിന്നും അതുപോലെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും കരകൗശല വിദഗ്ധരെയും ശില്പികളെയും തൊഴിലാളികളെയും അദ്ദേഹം വിളിച്ചു വരുത്തി. താജ്മഹലിന് വേണ്ട സാമഗ്രികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുത്തിച്ചു. ഇറ്റാലിയൻ കരകൗശല വിദഗ്ധരെ കൊണ്ട് ഹിന്ദുസ്ഥാനി ശില്പികൾക്ക് കൊത്തുപണികൾ പഠിപ്പിച്ചാണ് താജ്മഹലിൽ കാണുന്ന കൊത്തുപണികളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. താജ്മഹൽ എന്ന നിർമ്മിതിയുടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആരാണെന്നോ അതിനെക്കുറിച്ച് ഒന്നും ഒരു ചരിത്രവും ഇന്നേ വരെ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. അത് ഇന്നും രഹസ്യമായിട്ട് തുടരുന്ന ഒന്നാണ്. എന്തുകൊണ്ടാണ് അത് മറച്ചു വെക്കാനുള്ള ഒരു കാരണം എന്നാൽ, ഷാജഹാന് അത് പുറം ലോകം അറിയരുതെന്ന് നിർബന്ധമായിരുന്നു. തന്റെ പേരിൽ വേണം താജ്മഹൽ എന്നും അറിയാനെന്ന് ഷാജഹാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഡൽഹിയിലെ ഹുമയൂൺ ശവകുടീരവും അക്ബറിന്റെ ശവകുടീരങ്ങൾ തുടങ്ങിയ മുൻകാല മുഗൾ നിർമ്മിതികളിൽ നിന്നും പ്രചോദനം കൊണ്ട് ഷാജഹാൻ താജ്മഹൽ രൂപകൽപ്പന ചെയ്തത്. അതിനു പിന്നിൽ കഠിനാധ്വാനം എടുത്ത ഒരാളുടെ പേരുകൾ പോലും എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. എല്ലാം ഷാജഹാന് സ്വന്തമായിരുന്നു. താജ്മഹലിനെ ഏവരെയും ആകർഷിക്കുന്ന വെണ്ണക്കൽ മാർബിൾ ഒരിക്കലും നിറം മങ്ങാത്തവയാണ്. ഇതെല്ലാം ഷാജഹാൻ വിദേശ രാജ്യങ്ങളായ ഈജിപ്തിൽ നിന്നും പേർഷ്യയിൽ നിന്നുമെല്ലാം ഇറക്കുമതി ചെയ്തവയാണ്. നിർമ്മിതിയിൽ ഉള്ള ഓരോ കൊത്തുപണികളും ഓരോ ശില്പികളുടെയും വിയർപ്പിൽ നിന്നും ഉടലെടുത്തവയാണ്. അതായത് കൈപ്പണികളെ ചെയ്തവരാണ്. അത്രയും ആത്മാർത്ഥതയും കഠിന പ്രയത്നവും വേദനയും എല്ലാം താജ്മഹലിന്റെ ഓരോ ചുമരിലും ഉണ്ട്. താജ്മഹലിനെ ശ്രദ്ധിച്ചാൽ അറിയാം, ഓരോ കാലാവസ്ഥയിലും ഓരോ സമയത്തും ഓരോ നിറമാകും താജ്മഹൽ ഉണ്ടാവാറ്. പുലർച്ചെ ഒരു ഇളം പിങ്ക് കളറിൽ താജ്മഹലിനെ കാണാൻ സാധിക്കും. സൂര്യൻ ഉച്ചയ്ക്ക് നിൽക്കുമ്പോൾ വെളുത്ത നിറം നൽകുന്നു. അസ്തമയം അടുക്കുമ്പോൾ ഇളം മഞ്ഞ നിറം അല്ലെങ്കിൽ സ്വർണ്ണ കളറിൽ അതിനെ പ്രത്യക്ഷപ്പെടുന്നു അല്ലെങ്കിൽ കാണാൻ സാധിക്കുന്നു. നിലാവുകളുള്ള സമയങ്ങളിൽ ഇളം നീല നിറം. അങ്ങനെ വ്യത്യസ്ത നിറങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു നിർമ്മിതിയാണ് താജ്മഹൽ. താജ്മഹലിന്റെ പണി പൂർത്തീകരിക്കാൻ നീണ്ട 22 വർഷങ്ങളാണ് എടുത്തത്. 1654 അങ്ങനെ താജ്മഹൽ ലോകത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. താജ്മഹലിന്റെ നിർമ്മാണ ചെലവ് ഷാജഹാനെ താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. എന്നിട്ടും മുംതാസിന്റെ ആഗ്രഹം പാതി കൊണ്ട് ഷാജഹാൻ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. ഇതെല്ലാം ഷാജഹാന്റെ നല്ല വശങ്ങളെ എടുത്തു പറയാതിരിക്കാനും സാധിക്കില്ല നമുക്ക്. പക്ഷേ സാമ്രാജ്യത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് താജ്മഹലിന്റെ നിർമ്മിതി ഒരു കാരണമായി മാറി. എന്നാൽ പിന്നീടുള്ള കാലം ഷാജഹാനെ സംബന്ധിച്ച് വളരെ ക്ലേശപൂർണമായ ജീവിതമായിരുന്നു. അസുഖബാധിതനായ ഷാജഹാന് ചക്രവർത്തിയായി തുടരാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയതോടെ മകനായ ഔറംഗസേബ് പിതാവിനെ തടങ്കലിൽ അടയ്ക്കുകയും ഭരണാധികാരം ഏറ്റെടുക്കുകയും ചെയ്തു.
പിന്നീടുള്ള ഷാജഹാന്റെ ജീവിതം വളരെ ദുരിതപൂർവമായിരുന്നു. ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടിയ ഷാജഹാന് തന്റെ സ്വപ്ന നിർമ്മിതി കാണാൻ സാധിച്ചത് തടങ്കലിനുള്ളിലുള്ള ചെറിയ കവാടത്തിൽ കൂടിയായിരുന്നു. അവസാന കാലത്തെ കൈപ്പേറിയ ജീവിതത്തിലെ ആശ്വാസം ആ ഭംഗിയുള്ള കാഴ്ചകൾ മാത്രമായി മാറി. ചരിത്രപരമായ തെളിവുകൾ അവശേഷിക്കാത്ത ഒരുപാട് കഥകൾ താജ്മഹലിന് പിന്നിൽ നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം കെട്ടുകഥകളാണോ സത്യമാണോ എന്നുള്ളത് ഇന്നും ആർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. താജ്മഹൽ നിർമ്മിച്ച ശില്പിയുടെ കൈകൾ വെട്ടിമാറ്റിയ കഥകൾ നമ്മൾ എല്ലാവരും കേട്ടു കാണും. ഇതുപോലൊരു സൃഷ്ടി ഇനി ഉണ്ടാകാതിരിക്കാനാണ് അങ്ങനെ ചെയ്തതെന്നാണ് കഥകൾ പറയുന്നത്. പക്ഷേ കൈകൾ മുറിച്ചു കളയുമെന്ന് നേരത്തെ സൂചന ലഭിച്ച ശില്പി ആർക്കും കണ്ടെത്താൻ സാധിക്കാത്ത വിള്ളലുകൾ താജ്മഹലിൽ വരുത്തിയിട്ടുണ്ടെന്നും കഥകൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊന്നാണ് താജ്മഹൽ പണിയുന്നതിന് മുൻപ് അവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ളത്. തേജോ മഹാലയ എന്നാണ് ആ ശിവക്ഷേത്രത്തിന്റെ പേര്. എന്നാൽ ആർക്കിയോളജിക്കൽ വിദഗ്ധർ പോലും ഇതുവരെ അങ്ങനെ ഒരു തെളിവുകൾ കണ്ടെത്തിയിട്ടില്ല. താജ്മഹൽ നിലകൊള്ളുന്ന സ്ഥലം യഥാർത്ഥത്തിൽ ജയ്പൂരിലെ ഭരണാധികാരിയായിട്ടുള്ള രാജാ ജയ്സിംഗിന്റേതായിരുന്നു. ഈ രാജാ ജയ്സിംഗിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി താജ്മഹൽ നിർമ്മിക്കാൻ ഉചിതമായ സ്ഥലമാണെന്ന് മനസ്സിലാക്കിയ ഷാജഹാൻ രാജാ ജയ്സിംഗിന്റെ കൈവശത്ത് നിന്നും തട്ടിയെടുത്ത ഒരു ഭൂമിയാണ്. അതുപോലെ താജ്മഹലിൽ നിലനിൽക്കുന്ന 22 അറകൾ എന്തുകൊണ്ട് രഹസ്യ അറകളായി നിലനിർത്തുന്നു എന്നുള്ളതും വലിയൊരു ചോദ്യമായി മാറിയിരുന്നു. ഗവേഷണങ്ങളിൽ അവിടെ താജ്മഹലിനെ നിലനിർത്തുന്നതും താങ്ങി നിർത്തുന്നതും ഈ രഹസ്യ അറകളാണെന്നുള്ളതാണ് പറയപ്പെടുന്നത്. സെക്യൂരിറ്റി പ്രോബ്ലം കാരണം അവിടെ സന്ദർശകരെ പ്രവേശിക്കാത്തതാണെന്നും പറയുന്നുണ്ട്. എന്നാൽ ഇന്നും അതിലൊരു വ്യക്തത വരുത്താൻ ആരും തയ്യാറായിട്ടില്ല. ത്യാഗങ്ങളുടെയും വേദനയുടെയും രഹസ്യങ്ങളുടെയും കഥകൾ ഇനിയും നിലനിൽക്കുന്ന ഒരു സ്മാരകമാണ് താജ്മഹൽ. സമാധാനത്തെ സൂചിപ്പിക്കുന്ന വെണ്ണക്കൽ കല്ലുകളുള്ള സൃഷ്ടിക്ക് പിന്നിൽ ഇനിയും രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ചരിത്രം പോലും അറിയാത്ത ഒരുപാട് അവശേഷിപ്പുകൾ അവിടെ ഉണ്ട്. എന്തായാലും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായിട്ട് കാണാം.